വെൽക്കം ബാക്ക് ടു കോൾബേസ് ക്രിയേഷൻ ഗൈസ്. നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാർ മോഡിഫിക്കേഷൻ്റെ റിമോട്ട് കാറിൻ്റെ. അപ്പോൾ ഗൈസ് അതിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളിതിൻ്റെ ബാറ്ററി മാറ്റും, പുതിയ ബാറ്ററി വയ്ക്കുമെന്ന്. അപ്പോൾ ഗൈസ് ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ കാറിൻ്റെ ഒരു ഫുൾ മോഡിഫിക്കേഷൻ വീഡിയോ ആണ്. ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി മാത്രമേ മാറ്റണുള്ളൂ, പിന്നെ ഇതിൻ്റെ ഇത് ഓരോന്ന് മാറ്റാൻ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് ഇതായിട്ടുണ്ട്. നമ്മൾ സ്ക്രൂ ഒക്കെ പയ്യെ അയച്ചു വെച്ചിട്ടുണ്ട്. കുറേ ചെറിയ സ്ക്രൂ ഉണ്ട് ഗൈസ്. ഇതിൽ വന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ അതെ ഈ ചൈന ബാറ്ററിയാണ്. ഈ കാറ് ചൈനയാണ്, അപ്പോൾ ഇതിൽ വന്നൊരു ചൈന ബാറ്ററിയാണ്. ഇതിന് അധികം പവറില്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് ഈ രണ്ട് ലൈറ്റ് കൂടുതൽ കാറാണെങ്കിൽ കത്തിക്കാനും പറ്റണം. കാണിച്ചു തരാം. അയ്യോ സോറി ഗൈസ്, ഓണായിരുന്നു. ഈ രണ്ട് ലൈറ്റ് കൂടുതൽ നമുക്ക് ഈ കാറിൽ കത്തിക്കാൻ പറ്റില്ല. ഓവറായിട്ട് ലൈറ്റ് വയ്ക്കുമ്പോൾ കാറിൻ്റെ സ്പീഡിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ഈ ഒരു വലിയ ബാറ്ററി ഇതിലേക്ക് കയറ്റാനുള്ളതാണ് ഉദ്ദേശിക്കണത്. അപ്പോൾ ഗൈസ് ഇതാണ് അത്യാവശ്യം വലിപ്പ വ്യത്യാസമുണ്ട്. അത്യാവശ്യം ഇതിന് അത്യാവശ്യം ഇതുമുണ്ട്, എന്താ പറയുക, ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഇത് 2 മണിക്കൂർ ഫസ്റ്റ് ടൈം ഗൈസ്. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആണ്. പിന്നെ ഇത് 1 മണിക്കൂർ ചാർജ് ചെയ്താലാണ് നമുക്കാകെ 1/2 മണിക്കൂർ താഴെയാണ് ഇത് ഓടിക്കാൻ കിട്ടുള്ളൂ. ചില ദിവസം 1.5 മണിക്കൂർ ചാർജ് ചെയ്യേണ്ടി വരും. ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ ചാർജ് ചെയ്താൽ 2 മണിക്കൂർ കളിക്കാം. പിന്നെ എന്താ 2 ലൈറ്റിൽ നമുക്ക് ലൈറ്റ് ആവശ്യത്തിന് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഡബിൾ ബാറ്ററി ആക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ മെയിൻ സിസ്റ്റം കൂടെ ഉരുടെടുക്കുകയാണ്. അത്യാവശ്യം പഠിക്കാനും കേട്ടത്. ഇതാണ് ബാറ്ററി കണക്ഷൻ. ബാറ്ററീൻ്റെ വന്ന വയർ ഇതാണ്. പിന്നെ മദർ ബോർഡ് നിങ്ങൾ കണ്ടല്ലോ, ഇത് ലൈറ്റിലേക്ക് വേണ വയറ് സോൾഡറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി തന്നെ വയറ്. ഇതും കിട്ടാം സ്വിച്ചിൻ്റെ ഇത് പല വയറാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ബാറ്ററി എന്ന് പറഞ്ഞത് ഇതൊന്ന് ഊരണം പയ്യെ. ഞാൻ വലിയ ടഫാണ് ഊരാൻ. ഇത് ഇങ്ങനെയാണെങ്കിൽ ലാഭമായിട്ടുണ്ട്, കാരണം ഫുൾ സോൾഡറുടെ അല്ല, അങ്ങനെ ഓരോന്ന് കയറ്റി വെച്ചങ്ങനെയാണ്. നമുക്കിത് പയ്യെ അധികം മദർ ബോർഡിനൊരു കുഴപ്പം വരാണ്ട് ഇത് ഊരണം. ഇപ്പോൾ ഊരിയിട്ട് കാണിച്ചു തരാം ഗായ്സ്. ഫൈനലി നമ്മളത് ഊരിയെടുത്തിട്ടുണ്ട് മദർ ബോർഡിൽ നിന്ന്. ഫുള്ള് ഡിസ്കണക്ട് ചെയ്യുന്നില്ല. ഏതൊക്കെ വേറെ പൊട്ടിയില്ല കേട്ടോ. കണക്ഷൻ്റെ എനിക്കറിയില്ല, ഒരു വയറുണ്ട് ബ്രേക്കില്ല തോന്നുന്നു. ഫൈനലി നമ്മൾ ഇത് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ അശാനെ കയറ്റുക. റീചാർജബിൾ, 2 റീചാർജബിൾ ആണ്. ഇത് നമുക്ക് കിട്ടിയത് ഒരു സ്പീക്കറിൻ്റെ, നമ്മളെ പഴയ സ്പീക്കർ കേടാപ്പോയി. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നാണ്. പക്ഷെ നമുക്കൊരു മണ്ടത്തരം പറ്റിയതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതിനും ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, കണ്ടോ, ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് നമ്മൾ നൈസായിട്ട് ഊരിക്കളഞ്ഞു. ഇനി നമുക്ക് ഇതങ്ങോട്ട് കയറ്റി വെച്ചതായിരുന്നു. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണത് ഇതിലേക്ക് പയ്യെ കണക്ട് ചെയ്യുക. കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യുമ്പോഴേക്കും പിന്നെ ഇതിനെ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കയറ്റണ കാര്യം കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഞാനിതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ടൈം എടുക്കുന്ന പണിയാണ്. കാരണം ഇത് ഊരിത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഓടിക്കണതിനിടയ്ക്ക് ഊരിപ്പോയി കഴിഞ്ഞാൽ പണി കഴിയും. അപ്പോൾ ഇതാകുമ്പോൾ ഇച്ചിരി എളുപ്പമാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി ഇങ്ങോട്ടേക്ക് കയറ്റാൻ പറ്റും. ബാറ്ററി അടിയിലും മുകളിലായിട്ട് 2 വെക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം പവർ കൂട്ടി കൊടുക്കാൻ പറ്റും. ഇത് വെച്ച് കഴിഞ്ഞതിന് ശരിക്കും എന്തുണ്ടാവും പോണെന്ന് അറിയില്ല. അപ്പോൾ ഇതാ ഫുള്ള് ചെയ്തതായിട്ട് കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. ഫൈനലി നമ്മളുടെ ഫുള്ള് കഴിയും. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയാണ് വെച്ചേക്കണേ, ഒരു എന്താ പെർമനൻറ്റ് ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്തേക്കണതാണ്. നമുക്ക് ഇതിൻ്റെ കേസിൽ എന്തായാലും ബാറ്ററി വെക്കാൻ പറ്റില്ല. ബാറ്ററി ഈ ഒരു സ്ഥലത്ത് വെക്കാം. പക്ഷേ ഇതിലും പറ്റുമെന്ന് അറിയില്ല. സ്പീഡിൽ പോയി ഇരിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒരു മോഡിഫിക്കേഷനാണിത്. എന്താ പറയുക, ശരിയായി അല്ലെങ്കിൽ ചമ്മി വണ്ടി പോകുന്നുള്ളൂ. കണക്ട് ചെയ്യാൻ
ഫൈനലി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ചാർജ് കുറവാണ്. സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, വെച്ചിട്ടൊക്കെ വർക്കിംഗ്. ചാർജ് ഇല്ലാത്തതിൻ്റെ ആയിരിക്കണം. ഓക്കെ, ചാർജ് ഇല്ലാത്തതിൻ്റെ ഫുള്ളും കാണുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ ചാർജ് ഇല്ല. നമുക്കിതൊന്ന് ചാർജ് ചെയ്യണം. അതിൻ്റെ മുമ്പ് ഫുള്ളൊന്ന് അലങ്കോലൊക്കെ എടുക്കുകയാണ്. ഇത് ഫുള്ളൊന്ന് ശരിയാക്കിയിട്ട് ഫൈനൽ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്ററി ഇട്ടതിന് ശേഷമുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നോക്കാട്ടോ ഗൈസ്. അപ്പോൾ കാണിച്ചു തരാം ഫൈനൽ വ്യൂ. ഫൈനലി ഇത് നമ്മുടെ ഫുൾ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. സ്ക്രൂ ഒക്കെ ചെയ്ത് ടൈറ്റാക്കി. സ്ക്രൂ ഒക്കെ ജസ്റ്റ് ടൈറ്റ് ആക്കിയിട്ടുള്ളൂ. എന്തെങ്കിലും പറ്റിയ കൂരേണ്ടി വരും. അപ്പോൾ ഗൈസ് നമുക്കിനി ചാർജ് ചെയ്യാം. ഇത് നമ്മളൊരു ഫാസ്റ്റ് ചാർജർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കണ്ണടന്ന് കറങ്ങണം. കുത്തികളാണിത്. സാധനം പയ്യ കറങ്ങിയായിരുന്നു. വലിയ കുഴപ്പമുണ്ടാവും. വേറെ കണക്ഷനൊന്നുമില്ല. ഓക്കെ, ഒട്ടും ചാർജില്ല നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നമുക്ക് കുത്തിയിട്ട് ശബ്ദം കേൾക്കണ്ടട്ടാ. അറിയില്ല. ഓഫാണല്ലോ. ഓൺ ചെയ്തിട്ടില്ല. കൊടുത്ത കണക്ഷനിൽ എന്തോ കുഴപ്പമുണ്ട്. ആക്സിലേറ്റർ കൊടുക്കേണ്ടത് റിമോട്ട് കൈവിട്ടിരിക്കുന്നത്. സ്വിച്ച് ഓഫാണ്. അങ്ങനത്തെ സാധനം വർക്ക് ചെയ്യണം. അപ്പോൾ ലൈറ്റാണ് വെച്ചപ്പോൾ മാറിപ്പോയാ. പക്ഷെ എന്തോ മൊത്തം സംഭവിച്ചിട്ടുണ്ട്. ചുമ്മാ അടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് കത്തിപ്പെടുന്നില്ല. ചുമ്മാ അടങ്ങണം. അപ്പോൾ അത് നമുക്കിതൊന്ന് തുറന്നിട്ട് എന്താ ഇതിൻ്റെ അകത്ത് സംഭവിച്ചതെന്ന് കൂടി നോക്കണം കേട്ടോ. ഫുൾ പണി കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം. നമ്മുടെ കാറിൻ്റെ ഫൈനൽ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മളിതിൽ ചെയ്തേക്കണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇവിടുത്തെ ഗ്രില്ലൊന്ന് മാറ്റി. ഗ്രില്ല് വെച്ചപ്പോൾ വെച്ചാലും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല വണ്ടിയുടെ ലുക്ക്. പിന്നെ അതെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതെ അടിയിൽ നമ്മൾ ബാറ്ററി മാറ്റി. പക്ഷേ ഇത് ഇത്തിരി പൊങ്ങിപ്പോയി. നമുക്കൊരു ലോക്ക്, ഈ ഒരു ലോക്ക് നമുക്ക് ഇടാം. സ്വിച്ചിൻ്റെ ലോക്ക് അങ്ങോട്ട് വെച്ചിടാം. ഓടനയിൽ ഈ പൊട്ടലിന് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. വണ്ടി ഓടുമ്പോൾ സ്മൂത്തായിട്ട് പോകും. നമ്മൾ ലൈറ്റ് കാണിച്ചു തരാം. ഇത് ഓഫാണ് ഇപ്പോൾ. നമുക്ക് ഓക്കെ, ലൈറ്റിൻ്റെ ഫങ്ഷൻ വരുന്നത് അവിടെയാണ്. ലൈറ്റ് മറ്റൊരു കണ്ടായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്തത്. കാരണം ഓക്കെ പെർഫെക്റ്റ്. ഒരു ലൂസ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫാവും, ബ്രൈറ്റ് കത്തും. അങ്ങനെ നമ്മൾ ഫുൾ ചാർജ് ആക്കിയിട്ടില്ല. 1/2% ചാർജ്. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഇനി ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടീൻ്റെ ഇത്. വേണ്ട, ഒരു കുഴപ്പമില്ല. സ്റ്റിയറിങ് വർക്കിംഗ് ആണ്. പിന്നെ ചാർജ് ഇല്ലാത്തതിന് ചെറിയ കുഴപ്പമുണ്ട്. പിന്നെ ബാക്കിൽ സ്മോക്കൊക്കെ കുഴപ്പമില്ല. വീഡിയോയിൽ കിട്ടാത്തതാണ്. ഓക്കെ, സ്പീഡ് ഉണ്ടോ കാണിച്ചു തരാം. ഗൈസ് തെറിച്ച് പോയി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. വണ്ടിക്ക് ഫുൾ ചാർജ് ആയിട്ടില്ല. നമ്മൾ 1/2% ചാർജ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. പുത്തം പോലെ തന്നെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ബൈ ബൈ. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.